ഓഗസ്റ്റ് 19-ാം തീയതി ഞാൻ ഷെയർ ചെയ്ത വീഡിയോയുടെ ബാക്കിയാണിത് കേട്ടോ. അന്ന് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. ഇതെൻ്റെ കല്യാണത്തിൻ്റെയും 21 ഇയേഴ്സ് ഓഫ് ടുഗദർനെസ് എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ 21 ഇയേഴ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ കുറേ സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചേ. ഒത്തിരി പേര് ആദ്യം മുതലേ ചോദിക്കുന്നൊരു ചോദ്യമാണ്, പ്രേമിച്ചിറങ്ങിപ്പോയതാണോ, അങ്ങനെയുള്ള കല്യാണമായിരുന്നു എന്നൊക്കെ. അല്ല, ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. രണ്ടാമത്തെ സംശയം, നിങ്ങൾ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്നായിരുന്നു. എൻ്റെ അമ്മയും പപ്പയും ഇൻ്റർ കാസ്റ്റ് മാരേജ് ആയിരുന്നു. ക്രിസ്ത്യൻസായിട്ടാണ് വളർന്നത്. എൻ്റെ കല്യാണവും ആ രീതിയിൽ തന്നെയാണ് നടത്തിയത്. പക്ഷേ ജാതി മതമൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കുത്തുവാക്കുകൾ വയറ് നിറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. പിന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു, ഇതിടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. ഇത് ഇടയ്ക്കിടയ്ക്കെന്നല്ല, ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും ഓർക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഞാൻ വർഷത്തിലൊരിക്കലേ ഷെയർ ചെയ്യാറുള്ളൂ. ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമല്ലേ. വ്യത്യസ്തമായ രണ്ട് ചുറ്റുപാടുകളിൽ, രണ്ട് സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ തമ്മിൽ പൊരുത്തപ്പെടാതെ പാകപ്പിഴകളൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്നത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. മറ്റൊരാളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വരെ കാഴ്ചക്കാരായി നിന്ന് വിധി പറയാൻ നമുക്ക് പറ്റും. നാളെ ഒരിക്കൽ നമ്മൾ ആ അനുഭവത്തിലൂടെ ജീവിക്കേണ്ടി വന്നാൽ മാത്രമേ ആ അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ ആദ്യം അവസാനമായി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് ഞാൻ അണിഞ്ഞൊരുങ്ങിയ ദിവസത്തെ ഞാൻ എങ്ങനെ മറവിയുടെ ചവറ്റുകുട്ടയിൽ തള്ളും? പറയൂ. എല്ലാം ഓരോ നിമിത്തങ്ങളാണ്. ഇവരുടെ രണ്ടുപേരുടെയും അമ്മയായി തീരുക എന്നുള്ളതും അങ്ങനെ ജീവിക്കുക എന്നുള്ളതുമാണ് ഈ ഭൂമിയിൽ എനിക്കുള്ള ജോലി. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.